നമ്മുടെ 6th ഡേ ആണ്. നമ്മളിപ്പോൾ ആഗ്രയിൽ നിന്നും ജലന്ധറിലേക്ക് പൊക്കോണ്ടിരിക്കുവാണ്. ഇന്നലത്തെ വീഡിയോ എല്ലാവരും കണ്ടല്ലോ അല്ലേ? അപ്പോൾ ഈ ലുധിയാനയും ജലന്ധറൊക്കെ പഞ്ചാബിലാണ്, ആഗ്ര ഉത്തർപ്രദേശിലാണ്. അപ്പോൾ ഉത്തർപ്രദേശിൽ നിന്നും ഹരിയാന വഴിയാണ് നമ്മൾ ജലന്ധറിലേക്ക് പോകുന്നത്. അപ്പോൾ ഈ പോകുന്ന വഴിക്ക് മൊത്തം നിറച്ച് ടോളാണ്. ഞങ്ങൾ ആദ്യം 5500 രൂപയ്ക്ക് ചാർജ് ചെയ്തായിരുന്നു, പിന്നെ ഇപ്പം അത് 1000 സംതിങ് ആയി കേട്ടോ. അപ്പോൾ ഇനിയും ടോള് ചാർജ് ചെയ്യണം. ഇപ്പം നിങ്ങൾ ഇങ്ങോട്ടൊക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ടോളിന് എത്ര ബാലൻസ് ഉണ്ടെന്ന് എപ്പോഴും നോക്കാം. അപ്പം നമ്മുടെ കയ്യിൽ ബാലൻസ് ഇല്ലെങ്കിൽ നമുക്ക് ഈ കൊടുക്കുന്നതിന് ടോളിൻ്റെ പൈസയായിട്ട് അതിൻ്റെ ഇരട്ടി കൊടുക്കേണ്ടി വരും. അപ്പം നമ്മൾ ഈ ഹരിയാനയിലെ മെയിൻ നഗരങ്ങളായ കുരുക്ഷേത്ര, പിന്നെ പാനിപ്പറ്റ്, അംബാല ഒക്കെ കൂടിയാണ് നമ്മൾ പഞ്ചാബിലേക്ക് പോകുന്നത്. നിങ്ങൾ പാനിപ്പറ്റ് യുദ്ധത്തിനെ കുറിച്ചൊക്കെ കേട്ടിട്ടില്ലേ? ആ പാനിപ്പറ്റ് ഇവിടെ ഹരിയാനയിലാണ് കേട്ടോ. ഇത് കണ്ടോ, ഇത് ഹരിയാനയിലെ ഒരു ട്രാൻസ്പോർട്ട് ബസ്സാണ്. ഇതിൽ ഹരിയാന രാജ് പരിവഹൻ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇവിടുന്ന് ജലന്ധറിലേക്ക് 258 കിലോമീറ്റർ ആണുള്ളത്. സൈൻ ബോർഡ് കണ്ടല്ലോ അല്ലേ? പിന്നെ ഹൈവേ ഒക്കെ നല്ല അടിപൊളിയാണ്. NH44 ആണ്. ഇത് കന്യാകുമാരി മുതൽ ശ്രീനഗർ വരെയുള്ള ഹൈവേ ആണ്. അപ്പോൾ ഇവിടെ അമൃത്സറിൻ്റെയും ബോർഡുണ്ട്. അപ്പോൾ നമ്മൾ ഈ പഞ്ചാബിലെ അമൃത്സർ ഗോൾഡൻ ടെമ്പിളൊക്കെ കഴിഞ്ഞ തവണ ടൂർ വന്നപ്പോൾ പോയതാണ്. പിന്നെ ജാലിയൻ വാലാ ബാഗ് ഒക്കെ കണ്ടു, വാഗ അതിർത്തിയും കണ്ടു. അതുകൊണ്ട് ഇപ്പോൾ ഈ ട്രിപ്പിൽ നമ്മൾ അതൊന്നും പോകുന്നില്ല. ഈ ട്രിപ്പിൽ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്തേക്കുന്നത് കാശ്മീർ, ലേ, ലഡാക്ക് ഒക്കെയാണ്. അപ്പൊ ഇവിടുന്ന് ഇനി കുരുക്ഷേത്രക്ക് 4 കിലോമീറ്ററേ ഉള്ളൂ. കുരുക്ഷേത്ര ആ സ്ഥലം നിങ്ങൾക്ക് അറിയാലോ അല്ലേ? മഹാഭാരതത്തിലെ കുരുക്ഷേത്ര യുദ്ധം നടന്ന സ്ഥലം ഇതാണെന്നാണ് വിചാരിക്കപ്പെടുന്നത്. ഇത് ഹരിയാനയിലും ആണ്. ഫ്രണ്ട്സ്, അപ്പൊ നമ്മള് ഇന്നലെ റൂമിൽ നിന്ന് ചെക്ക് ഔട്ട് ചെയ്തു. ഞങ്ങൾ ഇങ്ങനെ ഹൈവേ കൂടെ വരുമായിരുന്നു. ഞങ്ങൾ ഇതുപോലെ അടിപൊളി ഈ കാഴ്ച കണ്ടത്. ഈ കുറേ സ്ഥലത്ത് ഇങ്ങനെ ഉണ്ടായിരുന്നു. സൂര്യകാന്തി പാടമാണ് ഇവിടെ. വലിയ അടിപൊളിയാണിത്. അടിപൊളി വ്യൂ ആണ്. മുഴുത്ത വലിയ സൂര്യകാന്തിയുമാണ് കേട്ടോ. ഈ ഒരു സൈഡ് മൊത്തം ഇതുണ്ടായിരുന്നു. അപ്പുറത്ത് കുറച്ച് ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇവിടെ ഈ വഴി വന്നപ്പോൾ ഇവിടെ നിർത്തിയതാണ് ഫോട്ടോ ഒക്കെ എടുക്കാൻ. എന്തായാലും ഇതൊരു അടിപൊളി വ്യൂ ആണ് കേട്ടോ. തൊട്ടടുത്താണ് നിൽക്കുന്നത്. ഇത് ഭയങ്കര വലുതാട്ടോ. ഇതിൻ്റെ തലയുടെ അത്രയും വലുതാണ്. ഇത് കണ്ടോ? ഇതെനിക്ക് തൊടാം. ഇത് അത്ര അടുത്താണ് നിൽക്കുന്നത്. ഇത് കണ്ടോ? ഇതിൽ ഞാൻ തൊട്ടു. ഇത് നല്ല ഭംഗിയാണ് കേട്ടോ. ഇത് ഫ്രണ്ട്സ്, അപ്പം ഞങ്ങൾ നേരത്തെ കണ്ട പോലെ ഹരിയാന വണ്ടി ഒന്നുകൂടെ കണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ കളറ് നീലയും വെള്ളയാണ്. പിന്നെ ഇതിൻ്റെ നടുക്ക് ഒരു യെല്ലോയും ബ്ലാക്കും ഉള്ള ഒരു വരയുണ്ട്. ഇത് ഇവിടുത്തെ ഒരു ട്രക്കാണ് കേട്ടോ. ഇതിനെ കാണാൻ നല്ല രസമുണ്ട്. പിന്നെ ഇത് കണ്ടോ ഫ്രണ്ട്സ്, ഈ ഒരു സ്ഥലം മൊത്തം സൂര്യകാന്തി പാടമാണ്. പിന്നെ ഇവിടെ ക്യാബേജ് ഉണ്ട് കേട്ടോ. ക്യാബേജ് ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. പിന്നെ പാടമൊക്കെ ഇപ്പോൾ ഇവിടെ കൊയ്ത്ത് കഴിഞ്ഞ് കിടക്കുവാണ്. പിന്നെ ഇവിടെ നിറച്ച് പാടങ്ങളാണ്. ഗോതമ്പ് അരിയൊക്കെയാണ് തോന്നുന്നത്.
ആണ്. ഇവിടെ അത് മാത്രമേ കാണാനുള്ളൂ കേട്ടോ. പിന്നെ അത് ഇവിടെ റോഡിന്റെ തൊട്ട് സൈഡിലൂടെ സൂര്യകാന്തിയാണ്. ഇത് വലുതായിട്ട് വിരിഞ്ഞിട്ടില്ല. ഇതൊക്കെയാണ് കേട്ടോ വിരിഞ്ഞിട്ടുള്ളത്. ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ഹരിയാന കഴിഞ്ഞു. നമ്മളിനി പഞ്ചാബിലേക്ക് കടക്കുകയാണ്. ഇവിടെ ഗേറ്റ് വേ ഓഫ് പഞ്ചാബ് എന്ന് എഴുതി വെച്ചേക്കുന്ന കണ്ടില്ലേ. ജലന്ധറിന് ഇവിടുന്ന് 140 കിലോമീറ്റർ ആണുള്ളത്. നമ്മൾ ജലന്ധർ അടുക്കാറായിട്ടുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിക്ക് കുറച്ച് മഴയൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ വെള്ളം കിടക്കുന്നുണ്ടല്ലേ. ഞങ്ങൾ ഫോണിൽ മെസ്സേജ് വന്നായിരുന്നു തണ്ടർ സ്റ്റോം ഉണ്ടാകുമെന്ന്. അതുപോലെ തന്നെ സംഭവിച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ ജലന്ധർ കഴിഞ്ഞു. ഇനി നമ്മൾ പത്താൻകോട്ടിലേക്ക് പോവാണ്. പിന്നെ ഏഷ്യയിലെ ഏറ്റവും വലിയ മിലിറ്ററി ക്യാമ്പ് പത്താൻകോട്ടിലാണ്. പത്താൻകോട്ട് പഞ്ചാബിലാണ്. പത്താൻകോട്ട് കഴിഞ്ഞാൽ പിന്നെ ജമ്മു കാശ്മീരായി. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇത് നമ്മുടെ 6ാമത്തെ റൂം നൈറ്റ് ആണ്. ഞങ്ങളിപ്പോൾ പത്താൻകോട്ടിലാണ് കേട്ടോ ഉള്ളത്. ഞങ്ങളിവിടെ ഓരോ റൂംസിൽ റൂം എടുത്തേക്കുവാണ്. ജമ്മു കാശ്മീരിന് 110 കിലോമീറ്ററേ ഉള്ളൂ. അപ്പം ഇപ്പൊ രാത്രി ആയതുകൊണ്ട് ഞങ്ങൾ നാളെയാണ് ജമ്മു കാശ്മീരിൽ എത്തുക. ഇന്ന് രാത്രി ആയതുകൊണ്ട് ഇവിടെ റൂം എടുത്തതേ ഉള്ളൂ. ഞാൻ വന്നപ്പോൾ ഭയങ്കര ടയേർഡ് ആയിരുന്നു. അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ കുളിച്ചു. ഞാൻ ഓരോ റൂംസും നിങ്ങളെ ഒന്ന് റൂം ടൂർ കാണിച്ചു തരാം. അപ്പൊ ആദ്യം തന്നെ ഇവിടെ വരുമ്പോ ഇവിടെ ഒരു ബെഡുണ്ട്. പിന്നെ ഇവിടെ ഈ രണ്ട് സൈഡിലായിട്ട് ഇതുപോലത്തെ ഒരു കുഞ്ഞ് സാധനം പോലെ ഉണ്ട്. ഇവിടെ ഒരു വലിയ അലമാര രണ്ട് സൈഡിലും. പിന്നെ ഇതിന്റെ നടുക്ക് ഒരു കണ്ണാടി ഉണ്ട്. പിന്നെ ഇത് ബാത്റൂം, അതിൽ ചേച്ചി കുളിക്കുവാണ്. പിന്നെ ഇത് TV ആണ് കേട്ടോ. പിന്നെ ഇങ്ങോട്ട് ഇവിടെ 2 ചെയർ, പിന്നെ നടുക്കായിട്ട് ഒരു ടേബിളും ഉണ്ട്. പിന്നെ ഇവിടെ ഒരു വലിയ ബെഡ് അല്ലെങ്കിൽ സെറ്റി പോലത്തെ ഒരു സാധനം ഉണ്ട് കേട്ടോ. ചേച്ചി ഇന്ന് ഇവിടെ കിടക്കാമെന്ന് പറഞ്ഞേക്കുന്നത്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഒരു AC ഉണ്ട്. പിന്നെ കർട്ടനൊക്കെ ഉണ്ട്, ഫാനും ഉണ്ട് കേട്ടോ. ഇനി ഇവിടെ 2ാമത്തെ റൂമിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. 2ാമത്തെ റൂമിലാണ്. ഇവിടെ ഇതുപോലെ തന്നെ ഇവിടെ വരുമ്പോ തന്നെ ഒരു TV ഉണ്ട്. പിന്നെ ഒരു വലിയ മിറർ ഉണ്ട് ഇവിടെ. അതിന്റെ താഴെ ഒരു കുഞ്ഞ് സ്റ്റൂള് പോലത്തെ. പിന്നെ ഇവിടെ 2 ചെയർ, ഒരു ടേബിള് പോലത്തെ ഇവിടെ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു വലിയ ബെഡ്. പിന്നെ ഇവിടെ ഒരു കുഞ്ഞ് AC ആണ്. AC ഇവിടെയാണ് ഉള്ളത്. പിന്നെ ഇവിടെ ഫാൻ ഉണ്ട്. പിന്നെ ഇത് വേറെ ഒരു ടോയ്ലറ്റ് ആണ് കേട്ടോ. ഈ ടോയ്ലറ്റ് സാധാരണ അപ്പത്തെ ടോയ്ലറ്റ് അവിടെ കപ്പ് വരുന്നുണ്ട്. പിന്നെ ഇത്രയുള്ളത് ഇവിടെ. ഇതൊരു അടിപൊളി റൂമാണ്. പിന്നെ ഇവിടുത്തെ ഈ റൂമിനൊക്കെ ഇത്രയും വലിയൊരു റൂമിന് ആകെ 3000 ഉള്ളൂ. ഇങ്ങോട്ടൊക്കെ വരുമ്പോ ഈ റൂമിനൊക്കെ റേറ്റ് കുറവാണ്. ഫ്രണ്ട്സ്, അപ്പോൾ ഞങ്ങൾ രാവിലെ റൂമൊക്കെ വെക്കേറ്റ് ചെയ്തു. അപ്പോൾ ഞങ്ങൾ ജമ്മുവിലേക്ക് കടക്കാറായി. ഇനി ജമ്മുവിലേക്ക് 103 കിലോമീറ്റർ ആണുള്ളത്. ഫ്രണ്ട്സ്, അപ്പോൾ ജമ്മുവിലേക്ക് കയറുമ്പോൾ നമുക്ക് പുതിയ സിമ്മൊക്കെ വേണം. അതുകൊണ്ട് ഞങ്ങൾ പുതിയ ജിയോന്റെ സിം എടുത്തു. സിം എടുത്തത് നിങ്ങൾക്ക് ആരും കോൾ ചെയ്യാനും മെസ്സേജ് ചെയ്യാനും യൂട്യൂബ് എടുക്കാനും ഒന്നും പറ്റത്തില്ല. പിന്നെ നമ്മുടെ സിം ഇവിടെ വർക്ക് ആവത്തില്ല. അതുകൊണ്ട് നമ്മൾ പുതിയ ടെമ്പററി ആയിട്ടുള്ള പുതിയ സിം എടുക്കണം. പിന്നെ ഞങ്ങൾ എടുത്ത സിമ്മിന് 350 രൂപയായി. പിന്നെ നിങ്ങൾ നാട്ടിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ പ്രോസ്പെയ്ഡ് സിം വേണേ എടുക്കാൻ. ഇവിടെ വെൽക്കം ടു ജമ്മു ആൻഡ് കാശ്മീർ എന്ന് പറഞ്ഞൊരു ബോർഡൊക്കെ ഉണ്ട്. നിങ്ങൾ കണ്ടല്ലോ അല്ലേ. ഞങ്ങൾ ജമ്മു എടുക്കാറായി. 90 കിലോമീറ്റർ മാത്രമേ ഇവിടുന്നുള്ളൂ. ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. ഇത് കണ്ടോ ഫ്രണ്ട്സ്, ഇവിടെ വൈക്കോലുകളുള്ള ട്രാക്ടർ ഇട്ടേക്കണത്. ഇത് നല്ല അടുക്കി വെച്ചേക്കാണ്. നല്ല രസവുമാണ് അത് കാണാൻ. പിന്നെ ജമ്മുവിൽ നിന്ന് ഇവിടെ നിന്ന് 48 കിലോമീറ്ററാണ്. നമ്മൾ ഇപ്പൊ എത്തും ജമ്മുവിലേക്ക്. ഇത് കണ്ടോ ഫ്രണ്ട്സ്, നിങ്ങൾ എയിംസിന്റെ ഒരു കവാടം കണ്ടോ? ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഓഫ് മെഡിക്കൽ സയൻസ് ആണ്. കണ്ടല്ലോ അല്ലേ.
ജമ്മു കഴിഞ്ഞു നമ്മൾ ഇനി ശ്രീനഗറിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ശ്രീനഗറിൽ ചെന്നിട്ട് വേണം നമുക്ക് റൂമൊക്കെ എടുക്കാനായിട്ട്. ഇത് ശ്രീനഗറിലേക്കുള്ള ഒരു ബൈപ്പാസ് റോഡാണ് കേട്ടോ. ഇതൊരു അടിപൊളി റോഡാണ്, ഇവിടെ വലിയ വണ്ടി ഒന്നുമില്ല. അപ്പൊ ഞങ്ങൾ ആദ്യം ശ്രീനഗറിലേക്കാണ് പോകുന്നത്. അവിടെ ചെന്നിട്ട് ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട്. ഈ ശ്രീനഗറിലേക്കുള്ള ഈ റോഡ് പുതിയ റോഡാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ നമ്മൾ ജമ്മുവിൽ വന്ന് നിൽക്കുവാണ്. ഇപ്പോൾ നമ്മൾ ഇവിടെ ഒരു നീരറ പോലത്തെ സംഭവം, അതായത് ടാങ്കിൽ ഇങ്ങനെ നിറച്ച് വെച്ചിട്ടുണ്ട് വെള്ളം, അത് കുടിക്കാൻ വേണ്ടി നിർത്തിയാണ്. പിന്നെ ഇവിടെ ഒരു ചായക്കട ഉണ്ടായിരുന്നു. നമ്മൾ സമൂസയൊക്കെ ഓർഡർ ചെയ്യാൻ പോവാണ്. അടിപൊളിയാണ്ടോ സമൂസ വിത്ത് ചട്നിയാണ്. ഇന്നലെ പത്താംകോട്ടാണ് കിടന്നത്. അപ്പൊ ഇന്ന് ഞങ്ങൾ ഇവിടെ ഒരു ചെറിയ ചായ കുടിക്കാൻ വന്നേക്കുവാണ് കേട്ടോ. ഇവിടെ കുറെ സംഭവങ്ങളുണ്ട്, ഇവിടെ കുറെ സ്വീറ്റ് സെക്ഷൻ ഉണ്ട്. പിന്നെ നമ്മുടെ സമൂസയും ചിപ്സും അതുപോലത്തെ കുറെ ഞങ്ങൾ ഒരു സമൂസയും കൂടെ നല്ല ടേസ്റ്റാണ്. ഫ്രണ്ട്സ് അപ്പം ഒരു സ്വീറ്റും മേടിച്ചിട്ടുണ്ട്. ഇതാണ് കേട്ടോ, ഇതൊരു കുഞ്ഞുണ്ടാണ്, നല്ല ടേസ്റ്റാണ്. പിന്നെ രസഗുളയുടെ ടേസ്റ്റാണ്. പിന്നെ 100 gram 40 rupees ആണ്. ഫ്രണ്ട്സ് അപ്പം നമ്മൾ ജമ്മുവിൽ നിന്നും ശ്രീനഗറിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. ഇത് ജമ്മു ആണ് കേട്ടോ നമ്മൾ പൊക്കോണ്ടിരിക്കുന്ന സ്ഥലം. ഫ്രണ്ട്സ് ഇനി ഇവിടെ ധാരാളം കടകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ഇനി ജമ്മുവിൽ നിന്ന് ശ്രീനഗറിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. ഫ്രണ്ട്സ് ഇതൊരു വലിയ തുരങ്കമാണ് കേട്ടോ. നമ്മുടെ വണ്ടി തുരങ്കത്തിൽ കൂടെ പൊക്കോണ്ടിരിക്കുകയാണ്. ഈ തുരങ്കത്തിൽ ഭയങ്കര ഇരുട്ടുമാണ്. പിന്നെ ഇവിടെ കുറെ തുരങ്കങ്ങളുണ്ട് കേട്ടോ. നമ്മൾ ഇപ്പൊ അടുത്ത തുരങ്കത്തിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മൾ തുരങ്കത്തിലാണ്. പിന്നെ അടുത്ത തുരങ്കം വന്നു. ഇതിപ്പോ കുറെ തുരങ്കം അടുപ്പിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ തരംഗങ്ങളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ട് നമുക്ക് ഒരുപാട് കിലോമീറ്റർ ലാഭമുണ്ട് ശ്രീനഗറിലേക്ക്. ഇത് കണ്ടോ ഫ്രണ്ട്സ്, ഞങ്ങൾ പോണ വഴിക്ക് ഇഷ്ടം പോലെ ട്രക്കുകൾ ഇവിടെ നിർത്തിയിട്ടിട്ടുണ്ട്. ഇത് കുറേ എണ്ണമുണ്ട്, ഇങ്ങനെ വരിവരിയായിട്ട് കിടക്കുവാണ് ഇതെല്ലാം. ചിലപ്പോ ഇവിടെ ചെക്കിങ് ഉണ്ടായിരിക്കും, അതിനായിരിക്കും കേട്ടോ ഈ ട്രക്കെല്ലാം ഇവിടെ വരിവരിയായിട്ട് കിടക്കുന്നത്.
നമ്മളിപ്പോ ഒരു വലിയ ടണൽ കയറാൻ പോവാണ് കേട്ടോ. അപ്പൊ ഈ ടണലിന്റെ പേര് ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി ടണൽ എന്നാണ്. ഇത് നമ്മുടെ രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ തുരങ്കത്തിൽ ഒന്നാണ്. ഫ്രണ്ട്സ്, ഈ തുരങ്കം ഇതുവരെയായിട്ടും തീരുന്നില്ല കേട്ടോ. ഇവിടെ ഭയങ്കര ഇരുട്ടുമാണ്, ഞങ്ങളെല്ലാം പേടിച്ചിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഈ തുരങ്കത്തിന്റെ നീളം എന്ന് പറയുന്നത് ഏകദേശം 9 കൂടുതൽ കിലോമീറ്റർ ഉണ്ട്. അങ്ങനെ ഞങ്ങള് പുറത്തേക്ക് ഇറങ്ങാൻ പോവാണ്. കൊറേ നേരമായിട്ടോ ഇതിനകത്ത്. ഒരു വലിയ മലയുടെ ഒരു ഭാഗം താഴോട്ട് വീണ് കിടക്കണുണ്ട്, നിങ്ങൾ കണ്ടില്ല. വീണ്ടും ഞങ്ങൾ അടുത്ത തുരങ്കത്തെ കയറി. ഇവിടെ മൊത്തം തുരങ്കാണിട്ട് ഞങ്ങൾ തുരങ്കം കണ്ടുകൊണ്ട് മടുത്തു. പക്ഷെ ഈ മലയെല്ലാം തുരങ്കം ഉണ്ടാക്കിയേക്കണോണ്ട് ഞങ്ങൾക്ക് കുറെ കിലോമീറ്റർ ലാഭമുണ്ട്.
ശ്രീനഗറിലേക്ക് 110 കിലോമീറ്ററും കൂടെ ഉണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തേക്കുവാണ്. ചായ കുടിക്കാൻ നിർത്തിയതാണ് കേട്ടോ. ഇത് NH44 ആണ്. പക്ഷേ NH44 ആണെങ്കിൽ വഴി ഭയങ്കര മോശമാണ്. ഈ വഴി പണി നടക്കുന്നതുകൊണ്ടായിരിക്കും ഈ വഴി ഭയങ്കര മോശമായിരിക്കും. നമ്മുടെ പുറകിൽ ഒരു തുരങ്കം കാണുന്നില്ലേ? ആ തുരങ്കം പോലെ ഇവിടെ കുറേ തുരങ്കമുണ്ട്. അതിലെല്ലാം പണി നടന്നുകൊണ്ടിരിക്കുവാണ് കേട്ടോ. റോഡും പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഭയങ്കര വ്യൂ ആണ് ഇവിടെ. ഇതിന്റെ റോഡ് സൈഡ് മൊത്തം കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. വണ്ടിയുടെ അവസ്ഥ കൊണ്ട് ഫുൾ പൊടി പൊടിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഈ റോഡ് പണി നടക്കുന്നുണ്ട്. ഈ വണ്ടികളൊക്കെ പോകുമ്പോഴേക്കും ഈ ഭയങ്കര പൊടി തെറിക്കും. അപ്പോൾ നമ്മുടെ വണ്ടി ഫുൾ പൊടി ഇതാക്കിയിരിക്കുകയാണ്. ഇനി ഫുൾ കഴുകി കുട്ടപ്പനാക്കി എടുക്കണം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ വണ്ടി മൊത്തം പൊടിയായിട്ട് കിടക്കുവാണ് കേട്ടോ. ഇവിടെ മൊത്തം പൊടിയായിരുന്നു ഈ റോഡൊക്കെ. പിന്നെ റോഡ് പണിയൊക്കെ നടക്കുന്നതുകൊണ്ടാണ് ഇവിടെ മൊത്തം പൊടിയായത്. ഫ്രണ്ട്സ്, ഇത് കണ്ടോ ഫ്രണ്ട്സ്, ഒരു കുതിര കൊണ്ടുപോകുന്ന നിറച്ച് കുതിരയാണ് കേട്ടോ. ആ ടണൽ വഴിയാട്ടോ ഇറങ്ങി വന്നത്. ഈ കുതിരകളെയെല്ലാം ശ്രീനഗറിലേക്ക് കൊണ്ടുപോകുന്നതായിരിക്കും. അവിടെ ടൂറിസ്റ്റ് സ്പോട്ട്സ് ഉണ്ടല്ലോ. എത്ര എണ്ണ പോയേക്കുന്ന നിറച്ച് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഇതെല്ലാം ഗുൽമർഗിലേക്കായിരിക്കും പോയേക്കുന്നത്. കുഞ്ഞി കുതിരകൾ വരെ ഇതിനകത്തുണ്ട്. പിന്നെ ഫ്രണ്ട്സ്, ഈ വഴി കണ്ടോ? ഇതിന്റെ തൊട്ടപ്പുറത്ത് കൊക്കയാണ് കേട്ടോ. അതിന്റെ അടിയിൽ കൂടെ ഒരു നദി ഒഴുകുന്നുണ്ട്. നല്ല രസമാണ് ഈ സ്ഥലമൊക്കെ കണ്ടോണ്ടിരിക്കാൻ. നമുക്ക് സമയം പോകുന്ന അറിയത്തില്ല. പിന്നെ ഇവിടെ ട്രക്ക് നിർത്തിയിട്ടേക്കുവാണ് കേട്ടോ. ഇത് ഇഷ്ടം പോലെ വരിവരിയായിട്ട് കിടക്കുവാണ്. ഇവിടെ ചെക്കി കാണും, അതുകൊണ്ടായിരിക്കും ഇതെല്ലാം നിർത്തിയിട്ടേക്കുന്നത്. ഫ്രണ്ട്സ്, നമ്മൾ വേറെ ഒരു തുരങ്കത്തിൽ കയറാൻ പോവാണ് കേട്ടോ. ഇതും അടിപൊളി തുരങ്കാണ്. ഇത് കണ്ടോ ഫ്രണ്ട്സ്, നമ്മൾ ശ്രീനഗറിലേക്ക് പൊക്കോണ്ടിരിക്കുന്ന വഴിയാണ്. അതിൽ നിറച്ച് ചെമ്മരിയാടാണ് കേട്ടോ. ഇവിടെ ഇഷ്ടം പോലെ കുഞ്ഞിതും വലുതും എല്ലാം ഉണ്ട്. ഇവിടെ പല കളറും ഉണ്ട് കേട്ടോ. കറുത്തുണ്ട്, വെളുത്തുണ്ട്, പിന്നെ ബ്രൗൺ കളറിലുണ്ട്. അയ്യോ, ഭയങ്കര ക്യൂട്ടാണ് ഇത്. നിങ്ങൾ കാണാൻ, എന്നെ കണ്ടിട്ട് എനിക്ക് എടുക്കാനും തോന്നുക. പിന്നെ ഇത് വഴിയും ബ്ലോക്ക് ചെയ്യുവാണ് കേട്ടോ. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാൻ വന്നേക്കുവാണ്. അപ്പോൾ ഇത് ശരിക്കും ഒരു ബെസ്റ്റാണ്. ഞങ്ങൾ വെറൈറ്റിക്ക് വേണ്ടി ഇവിടെ കഴിക്കാൻ കയറിയതാണ്. ഞങ്ങളുടെ കൂടെ ശശിയപ്പൂപ്പനും മണിയമ്മൂമ്മയും ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇന്ന് രാത്രിയിലത്തെ ഫുഡാണ് കഴിക്കാൻ വന്നേക്കുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്നലെ ശ്രീനഗറിലെത്തി. പിന്നെ നമ്മുടെ ഇത് ഹോട്ടലാണ്. ഇതിൻ്റെ ഫ്രണ്ട് മൊത്തം ടൂറിസ്റ്റ് ബസ്സും പിന്നെ വണ്ടികളും എല്ലാം ആണ് കേട്ടോ. അപ്പം ശ്രീനഗറിലെ വിശേഷങ്ങൾ ഒരുപാടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാം ഇത് തുടർന്ന് കാണണം. അതെല്ലാം ഞങ്ങളിൽ ഇട്ടേക്കാം. അതുവരേക്കും ബൈ.